ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ച് പോകാതെ നടക്കുകയും ചെയ്യും എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നാകുന്നു. സ്വന്തം ശക്തി കൊണ്ടും സ്വാധീനം കൊണ്ടും ഒന്നും വിജയകരമായ ക്രിസ്ത്യജീവിതം ചെയ്യാനാവില്ല എന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് ആലോചന തരുന്നുണ്ട്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനിവാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ സ്വന്തം ശക്തി കൊണ്ടോ സ്വയ പുകഴ്ച കൊണ്ടോ ഒന്നും മുന്നേറാൻ പറ്റത്തില്ല. മരുഭൂമി പോലെ ഊഷരമായ നമ്മുടെ ജീവിതത്തിന് ചൈതന്യം തരുന്ന ചാറ്റൽ മഴയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഉയരത്തിൽ നിന്നും ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ നാം അതിനു വേണ്ടി കാത്തിരിക്കണം. ഒരു കഴുകൻ തൻ്റെ ഭാരം കുറയ്ക്കുവാൻ പാറയുടെ മുകളിൽ വെയിലെല്ലാം കൊണ്ട് അതിൻ്റെ ശരീരഭാഗങ്ങളുടെ കൊഴുപ്പുകളൊക്കെ ഉരുക്കി മാറ്റി. തൂവലുകളും പപ്പും കൂടെയൊക്കെ അതെല്ലാം കൊഴിഞ്ഞു പോകും. നഖം കൊഴിഞ്ഞു പോകും. ചുണ്ട് പാറമേൽ ഉരച്ച് അതിനെ മിനുസമുള്ളതാക്കും. അങ്ങനെ അത് ഉയരത്തിലേക്ക് പറക്കാൻ പറ്റില്ലെന്ന് കണ്ടിട്ട് അതെന്ത് ചെയ്യും? ഈ വിധം അത് ചെയ്യുന്നത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവസാനമായിട്ട് ഭാരമെല്ലാം കുറഞ്ഞു. അതിന് ഉയരങ്ങളിൽ പറക്കാമെന്ന തരത്തിലുള്ളതായ പുതിയ ചിറകുകളും വെപ്പും ഒക്കെ വന്നു. കാലേ നഖം വന്നു. ചുണ്ട് വൃത്തിയായി. അത് എത്രയോ കിലോ കുറഞ്ഞു. ഇനി അതിന് ഉയരത്തിലേക്ക് പറക്കാം. അത് ശ്രമിച്ചു നോക്കും. പറ്റുന്നില്ല, വീണ്ടും ഇരിക്കും. പിന്നെയും ശ്രമിക്കും, പിന്നെയും ഇരിക്കും. അങ്ങനെ പല നാളുകളായി ഉയരങ്ങളിൽ പറക്കുവാൻ അതിന് കഴിയുന്നെങ്കിൽ ഇതുപോലെ നമ്മെയും ദൈവം എന്ത് ചെയ്യുന്നു? ശക്തീകരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഉയരങ്ങളിലെ ചിന്തകൾ, ഉയരങ്ങളിലെ അനുഗ്രഹങ്ങൾ, ഉയരങ്ങളിലെ കൃപകൾ, ഉയരങ്ങളിലെ ആത്മീയ അനുഗ്രഹങ്ങൾ ഇതെല്ലാം നമുക്ക് വേണ്ടി ദൈവം തരുന്നു. അത് പ്രാപിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങണം. അങ്ങനെ കാത്തിരിക്കണം. നമ്മളും ഉന്നതമായ നിലയിലായിത്തീരണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപ സ്വഭാവങ്ങളും ലോകമോഹങ്ങളും ഒഴിഞ്ഞു പോകണം. നാം ശുദ്ധരായി, നാം വൃത്തിയുള്ളവരായി, നാം ദൈവത്താൽ വിശുദ്ധന്മാരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി ഉയരങ്ങളിലെ ചിന്തകളിലേക്ക് കടക്കട്ടെ. വെള്ളത്തിൻ്റെ കുമിളം പോലെ മിന്നി വിളങ്ങുന്ന യാതൊരു ജടിക സുഖങ്ങൾക്കും നമ്മൾ ഊന്നൽ കൊടുക്കാതെ യോസഫ് പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെ ദൈവത്തോട് പാപം ചെയ്യും? അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് ഉയരങ്ങളിൽ തന്നെ ചിന്തിച്ച് ഉയരത്തിലെ നന്മകൾ പ്രാപിച്ച് ഉയരത്തിലെത്തോളം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഭൂമിയിൽ വിശുദ്ധരായി ജീവിപ്പാനായിട്ട് കഴിയും. ദൈവം നമ്മളെ അതിനായി സഹായിക്കും. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരുമെന്നും അതാണ് ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്. ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ആ വാഗ്ദത്തത്തെ നിവൃത്തിക്കായി അവർ കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് വന്നു, അവരുടെ മേൽ പതിഞ്ഞു. അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ അന്യഭാഷയിൽ അവർ ആരാധിച്ചു, ശക്തിയെ പുതുക്കി. അവർ ദൈവത്തിൻ്റെ മഹത്വമുള്ള സാക്ഷികളായി മാറുവാനിടയായെങ്കിൽ ക്രിസ്തുവിനെ നമുക്കും അതേ അനുഗ്രഹപൂർണമായ നിലയിൽ പ്രാപിപ്പാനിടയായെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളായിരിക്കുന്നെങ്കിൽ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തുവിനെ ഒരാൾ രക്ഷിതാവായി സ്വീകരിക്കുന്നത് പോലും ആരിലൂടെയാണ്? പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയെങ്കിലും ആത്മശക്തിയും നിറവും തുടർന്നുള്ള നമ്മുടെ അനുസരണം, സമർപ്പണം, വിധേയത്വം മുതലായവയാൽ വ്യക്തിപരമായി നേരിട്ട് പ്രാപിക്കേണ്ടതാണ്. അതെല്ലാം അത് വിശ്വാസി അത് ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. അതിനു വേണ്ടി വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണിത്, അവകാശമാണിത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് പറയേണ്ടത് തന്നെ. ഈ നിക്ഷേപം ഞങ്ങൾക്ക്
മൺപാത്രങ്ങളിലാകുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്തെ പൂർണ്ണതയോടെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. വിശുദ്ധിയിൽ ജീവിക്കുവാൻ, പാപചിന്തകളോട് ചെറുത്തു നിൽപ്പാൻ, ആത്മീയ ഫലം പുറപ്പെടുവിക്കുവാൻ, വിശ്വാസത്താൽ മുമ്പോട്ട് പോകുവാൻ ഒക്കെ നമ്മെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ഇനി നമ്മെ അത് തേജസ് കണ്ഠത്തിൽ പോലും നയിക്കുന്നതും പരിശുദ്ധാത്മാവാണല്ലോ, നമ്മെ അവിടെ കൊണ്ടെത്തിക്കുന്നതും. നമുക്കും അതിനു വേണ്ടി ഒരുങ്ങാം. ദൈവമേ, നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവം അങ്ങ് മഹത്വമുള്ളതായ ആ ശക്തി തന്ന് ബലപ്പെടുത്തി ഞങ്ങൾ ഇത്രത്തോളം നടത്തി. ഇനിയും അങ്ങ് നടത്തുവാൻ ശക്തൻ. ഞങ്ങളും അതിനായി കാത്തിരിക്കുന്നു. കൃപ കൊണ്ടിരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.